ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ പാതി ദിനങ്ങൾ നാം പിന്നിട്ട് ആ കുരിശു വഴിയിലേക്ക് നാം നടന്നടക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്, കർത്താവേ, അത് ഞാനല്ലയോ? ഓരോരുത്തരും യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒറ്റിക്കൊടുക്കാൻ മനസ്സിൽ ഉറച്ചിരുന്ന യൂദാസ് ചോദിക്കുന്നത്, റബ്ബി, ഞാനോ എന്നാണ്. 11 അപ്പോസ്തലന്മാരിൽ നിന്നും യൂദാസിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ ഒരു റബ്ബി എന്നുള്ള അഭിസംബോധനയാണ്. റബ്ബി എന്ന വാക്കിന് ഗുരു എന്നൊക്കെ അർത്ഥം നമുക്ക് കൽപ്പിക്കാം. കർത്താവ് എന്നാണ് ബാക്കി 11 ശിഷ്യന്മാരും യേശുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. കർത്താവ് എന്ന് പറയുമ്പോൾ ക്രിയ ചെയ്യുന്നവനാണ്, കർമ്മം ചെയ്യുന്നവനാണ് കർത്താവ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ള, ജീവിതത്തെ നിയന്ത്രിക്കുന്നതാരാണോ അവനാണ് കർത്താവ്. യൂദാസ് ഒഴികെ മറ്റുള്ള അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ യേശുവിനെ തങ്ങളുടെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ യൂദാസിന് യേശുവിനോടുണ്ടായിരുന്നത് ഒരു ഗുരു ശിഷ്യ മനോഭാവം മാത്രമായിരുന്നു. ആ ഒരു വലിയ സമർപ്പണ ബോധമൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ നിന്നും ഒരു ഗുരു ശിഷ്യ ബന്ധത്തിനപ്പുറം യൂദാസിന് വേറൊരു ആന്തരികമായ യേശുവിനോടുള്ള പ്രത്യേകമായൊരു മമത, കർത്താവ് എന്നുള്ള ആ ഒരു മമതയൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിനുപരിയാണ് ഒരു ഭക്തനും അവൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം. ഹൃദയത്തിൽ ആഴമായ ബന്ധത്തിലുള്ളവർക്ക്, അതായത് കർത്താവിനോട് ഹൃദയത്തിൽ ആഴമായ ഒരു വ്യക്തിബന്ധമുള്ളവർക്ക് മാത്രമേ ഒരു ആഴമായ സമർപ്പണ ജീവിതവും ഉണ്ടാവുകയുള്ളൂ. ഉയർന്ന സമർപ്പണമോളമുള്ള വ്യക്തിക്ക് യേശുവിനെ ഒരിക്കലും ഒഴിച്ചു നിർത്തി കാണാൻ കഴിയില്ല. യേശുവിന് വേണ്ടി മരിക്കാൻ വരെ ഉയർന്ന സമർപ്പണബോധമുള്ളവർക്ക് മടിയില്ല. വീണ്ടും ഗത്സമനയിലെ ചുംബനത്താൽ യേശുവിനെ വഞ്ചിക്കുമ്പോഴും യൂദാസ് വിളിക്കുന്നത് ഇതേ അഭിസംബോധനയാണ്. റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ് ചുംബിക്കുന്നത്. നമുക്ക് ഈ നോമ്പിൽ ഏറ്റവും അടുത്ത് ചിന്തിക്കാവുന്ന ഒരു വളരെ കാര്യമാണ്, നാം കർത്താവിനെ റബ്ബി ആയിട്ടാണോ, അതായത് യേശുവിനെ റബ്ബി ആയിട്ടാണോ അതോ കർത്താവായിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഴമായ ഒരു വലിയ ബന്ധമാണോ യേശുവിനോടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. വീണ്ടും അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്ന് യേശു പറയുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വിളമ്പിയ ഭക്ഷണമാണ് യേശുവും ശിഷ്യരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത്. അപ്പോൾ 12 പേരിൽ ഒരുവൻ എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അതായത് ശിഷ്യന്മാർക്ക് ആർക്ക് വേണമെങ്കിലും ഒറ്റിക്കൊടുക്കാനുള്ളൊരു സാധ്യത നിൽക്കുന്നുണ്ട്. യേശുവിനറിയാം അത് യൂദാ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എങ്കിലും യേശു പറയുന്നത് പത്രോസ് തള്ളി പറയുമെന്നും മറ്റെല്ലാ ശിഷ്യന്മാരും ചിതറിയോടും എന്നുള്ളതൊക്കെ അറിയാവുന്നതുകൊണ്ട്, എല്ലാ തരത്തിലും തന്നെ ഒറ്റപ്പെടുത്തും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യേശു ഈ പ്രയോഗം നടത്തുന്നത്, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്ന്. അപ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് തന്നോട് കൂടി ഭക്ഷിച്ചവൻ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്താനുള്ളൊരു സാധ്യത മുന്നിൽ നിൽക്കുന്നു എന്നൊരു ആന്തരികാർത്ഥം കൂടി ഇവിടെയുണ്ട്. ഇനി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പ്രകാരമാണ് യേശുവിൻ്റെ വിധിയും വിചാരണവും കുരിശുമരണമെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യൂദാസ് വിധിയുടെ ബലിയാടല്ലേ, അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസ് ദൈവത്താൽ നിർത്തപ്പെട്ടവനല്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നാം. ഒരു മനുഷ്യൻ അവൻ ഹൃദയത്തിൽ വിചാരിക്കുന്നത് മുൻപ് തന്നെ ദൈവം അറിയുന്നുവല്ലോ എന്ന് നമുക്ക് വചനത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ യൂദാസിനെ ദൈവം രക്ഷാകര പദ്ധതിയിൽ ഒറ്റിക്കൊടുത്താൻ നിർത്തിയതല്ലേ എന്ന് നമുക്ക് തോന്നാം. പീഡാനുഭവ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒറ്റിക്കൊടുത്തവരും കുരിശിൽ തറച്ചവരും ഒക്കെ രക്ഷാകര പദ്ധതിയിലെ ബലിയാടുകളല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. രക്ഷാകര പദ്ധതിയിൽ കർത്താവിൻ്റെ കുരിശുമരണത്തോട് ചേർന്ന് കർത്താവിനെ ഒരാൾ ഒറ്റിക്കൊടുക്കും. എന്നാൽ ഒറ്റിക്കൊടുക്കേണ്ടത് ആരാവണം എന്ന് തീരുമാനിച്ചത് ദൈവമല്ല, അതിന് തീരുമാനിച്ചത് ഒറ്റിക്കൊടുത്തവൻ തന്നെയാണ്. ജീവനും മരണവും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ആ വളയത്തിലേക്ക് ആര് തല വെച്ചു കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. യൂദാസ് ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തി 12 ശിഷ്യന്മാരുടെ പേര് പറയുമ്പോൾ ഒറ്റുകാരനായി തീർന്ന യൂദാസ് എന്നാണ്.
ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോൾ നാളെ നാമും ഒറ്റുകാരുടെയും അധർമ്മികളുടെയും കൂട്ടത്തിൽ എണ്ണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും ഒറ്റുകാരാനുള്ള ഒരു ജീവിതത്തിൽ കർത്താവിനെ ഒറ്റുകാരനാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സാധ്യതയെ നമ്മൾ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നാം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത്. ഈ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ, സാദൃശ്യപ്പെടുത്തുവാൻ, തള്ളിക്കളയാതിരിക്കാൻ, യുവദാസിനെ പോലെ ഒറ്റിക്കൊടുക്കാതിരിക്കാനുള്ള ഒരു വിവേകവും ആത്മീയ ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.